നമുക്ക് ആദ്യം എസ് വിജയകുമാറിൽ നിന്നിലേക്ക് പോകാം. എസ് വിജയകുമാർ, സിസ്റ്റം ശരിയാകുമോ എന്ന് കഴിഞ്ഞ 2 സർക്കാരുകളുടെ പിണറായി വിജയൻ 1, 2 നമ്മൾ ചോദിച്ചു. ഇപ്പോൾ ഇതാ VD സതീശൻ സർക്കാരിന്റെ പുതുയുഗത്തിലും അത് ചോദിക്കേണ്ടി വരികയാണോ? സുജയ, ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാവുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശദീകരണം നൽകി ആ വിശദീകരണം കേട്ട് ശീലിച്ച് നമ്മളുടെ മുന്നിലേക്ക് വീണ്ടും ഒരു ഒറ്റപ്പെട്ട സംഭവം, സിസ്റ്റം ഫെയിലിയർ, സിസ്റ്റം കൊളാപ്സ് എന്ന മറ്റ് ചില വിശദീകരണങ്ങൾ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുമ്പോൾ ഇവിടെ കെ മുരളീധരൻ അതേ വാചകം തന്നെ പറയുന്നു. ഓർക്കണം, കെ മുരളീധരൻ ഏതാണ്ട് വഴക്കിട്ട് സമ്മർദ്ദം ചെലുത്തി വാങ്ങിയതാണ് ആരോഗ്യ വകുപ്പ്. അതിൽ അദ്ദേഹത്തിന് ബാധ്യതയും ഉത്തരവാദിത്വവും ഒക്കെ ഉണ്ട് എന്നത് അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വഴക്കിട്ട് വാങ്ങിയ ആരോഗ്യ വകുപ്പിൽ എന്താണ് നടക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് നേരത്തെ നമ്മളുടെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ. ഇനിയിപ്പോൾ അന്വേഷണം വരും, അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരാൻ പോകുന്നത് എന്താണ്? അപ്പോൾ IMA, KGMOA, KGMCTA അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഡോക്ടർമാരുടെ സംഘടനകളുടെ സമ്മർദ്ദം, ഇതിനെയൊക്കെ അതിജീവിച്ച് സിസ്റ്റം ആര് നന്നാക്കാനാണ്? അപ്പോൾ ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വം ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ കെ മുരളീധരന് കഴിയുമോ? അതാണ് നമ്മൾക്ക് ഈ ദിവസം ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം. ആ രോഗിയുടെ കാലിൻ്റെ ഈ ഒരു സ്റ്റില്ല് കാണുന്നുണ്ടല്ലോ നമ്മൾ, ആ സർജറിക്ക് ശേഷമുള്ള, അത് കണ്ടിട്ട് പേടിയാകുന്നു സുജിയ. നമ്മൾ എന്ത് വിശ്വസിച്ച് ആശുപത്രിയിലേക്ക് പോകും? ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ ഇര ഞാനോ ഇത് കാണുന്ന പ്രേക്ഷകരിൽ ആരെങ്കിലുമോ ആകില്ലേ എന്ന് നമുക്ക് ഉറപ്പായും സംശയിക്കാം. കാരണം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഭരണം മാറുന്നു, സർക്കാർ മാറുന്നു, ഒറ്റപ്പെട്ട സംഭവങ്ങൾ തുടരുന്നു. കാലാവസ്ഥാ പ്രവചനം പോലെയാണോ ജോഷി ഈ ഒറ്റപ്പെട്ടതിനൊരു മാറ്റം? ഞാനൊരു പട്ടിക പറയാം. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതര സംസ്ഥാന തൊഴിലാളി മുരുകന്റെ മരണത്തിൽ സിസ്റ്റത്തിന് എറർ പറ്റിയെന്നാണ് പിണറായി വിജയൻ അന്നു പറഞ്ഞത്. ആശുപത്രിയിൽ പ്രവേശിച്ച് ചികിത്സ നൽകാനായില്ല. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നിയമസഭയിൽ ക്ഷമാപണം നടത്തിയ സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ICUവിൽ പീഡനം നടന്ന സംഭവം നമുക്ക് മുന്നിലുണ്ട്. ആംബുലൻസിൽ പീഡനം നടന്ന സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. ചികിത്സ കിട്ടാതെ കൊല്ലം സ്വദേശി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിക്കുകയും ഒപ്പം തന്നെ അതിനു മുമ്പ് അയാളുടെ മരണമൊഴി തനിക്ക് ചികിത്സ കിട്ടിയില്ല എന്ന് പുറത്തു വരികയും ചെയ്തത് നമ്മുടെ മുമ്പിലുണ്ട്. ചികിത്സയ്ക്കിടെ മുറിവിൽ പുഴുവുമായി വട്ടിയൂർക്കാവ് സ്വദേശിയെ നാം കണ്ടിട്ടുണ്ട്. ആശുപത്രികളിൽ ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരോ ക്യാമറകളോ ഇല്ലാത്ത സാഹചര്യത്തിൽ വന്ദനാദാസ് കൊല്ലപ്പെട്ട സംഭവം നമുക്ക് മുമ്പിലുണ്ട്. സ്കാനിങ്ങിലെ പിഴവ് കാരണം ഗുരുതര വൈകല്യവുമായി കുഞ്ഞ് ആലപ്പുഴയിൽ പിറന്ന സംഭവം നമുക്ക് മുമ്പിലുണ്ട്. തൈറോയ്ഡ് ശസ്ത്രക്രിയയിലൂടെ നെഞ്ചിൽ ഗൈഡ് വയറുകൾ കുടുങ്ങിയ കാട്ടാക്കട സ്വദേശി സുമയ്യ നമുക്ക് മുമ്പിലുണ്ട്. ഇങ്ങനെ എത്രയോ പേർക്കൊടുവിലാണ് ഈ പറയുന്ന വ്യക്തിയും ഇപ്പോൾ പുഴുവരിച്ചു കിടക്കുന്നത്. ഒരൊറ്റ കാര്യം കൂടിയുണ്ട് സുജിയ, പ്രേക്ഷകർ അതൊന്നോർക്കണം. കാരണം ഈ സംഭവം നടന്നത് ആശുപത്രിയിലെ ഏതെങ്കിലും ഒരു വാർഡിലല്ല, മുറിയിലല്ല, ICUവിലാണ്. ഏറ്റവും അധികം സുരക്ഷ വേണ്ട, ഏറ്റവും അധികം ശുചിത്വം വേണ്ട ICUവിനുള്ളിലാണ് ഒരു രോഗി ഇങ്ങനെ പുഴുവരിച്ചത് എന്നുള്ളതാണ് സിസ്റ്റത്തിന്റെ എറർ എന്ന ചോദ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ജോഷി സൂചിപ്പിച്ചതിന്റെ ഒരു തുടർച്ചയിലേക്ക് വന്നാൽ ICU എന്നുള്ളതിൽ തന്നെ നടുക്കുള്ള സിയുടെ എക്സ്പാൻഷൻ എന്താണ്? കെയർ. ഇവിടെ എവിടെയാണ് കെയർ? എന്ത് കെയർ ആണ് നിങ്ങൾ കൊടുത്തത്? പോസ്റ്റ് ഓപ്പറേറ്റീവ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞാൽ അതേത് ആശുപത്രിയിലായാലും ആ രോഗിക്ക് നിർബന്ധമായും ഉറപ്പാക്കേണ്ട കാര്യമാണ്. അത് ഉറപ്പാക്കിയിട്ടില്ല എന്നുള്ളത് വ്യക്തമല്ലേ? അല്ലാത്ത പക്ഷം രോഗിയുടെ ബന്ധുക്കളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ അവരുടെ പരിചരണത്തിലേക്ക് ആ രോഗി മാറുന്നതിന് മുൻപ് തന്നെ കാലിൽ പുഴുവരിക്കുന്നത്. ബന്ധുക്കൾ പരിപാലിക്കുന്നതിനിടയിലാണെങ്കിൽ അവരുടെ തലയിൽ വെച്ചുകെട്ടാം. പക്ഷേ ഇത് വാർഡിലേക്ക് മാറ്റുന്നതിന് മുമ്പല്ലേ? അപ്പോൾ ആരുടെ തലയിൽ ഇത്തവണ ഈ ഉത്തരവാദിത്തം വെച്ചുകെട്ടും? ഏതെങ്കിലും ഒരു സാധാരണ ജീവനക്കാരന്റെ തലയിലേക്ക് അല്ലെങ്കിൽ ഒരു ജൂനിയർ നഴ്സിന്റെ തലയിലേക്ക് വെച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണോ നാളെ 7 മണിക്കകം ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ മേശപ്പുറത്തേക്ക് വെച്ചു കൊടുക്കാൻ പോകുന്നത്? ഇത് കേരളം കാണണം. ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് അവകാശപ്പെടുന്നതിന് നേരെ ഒരു ചുവന്ന കുറുകയുള്ള വരയിട്ട് കൊടുക്കണം. കാരണം ഈ രീതിയിൽ പോകുന്നത് നമ്പർ 1 അല്ല എന്ന് തന്നെ നമ്മൾ പറയണം. ആരോഗ്യ കേരളം അടിയന്തരാവസ്ഥയിലാണ് അല്ലെങ്കിൽ അടിയന്തര സാഹചര്യത്തിലാണ്. നാളെ വൈകിട്ട് ഈ സമയത്ത് 7 മണിയാകുമ്പോൾ റിപ്പോർട്ട് കിട്ടും. എന്ത് നടപടി എടുക്കുമെന്നുകൂടി കണ്ടറിയാം. ആ റിപ്പോർട്ട് കാണാൻ നമ്മളും കാത്തിരിക്കുകയാണ്. അപ്പോൾ ശസ്ത്രക്രിയ ചെയ്ത കാലിൽ പുഴുവരിച്ചു കിടക്കുന്ന രാജേന്ദ്ര പ്രസാദിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണം എന്നത് തന്നെയാണ് DNA യുടെ അഭിപ്രായം. അപ്പോൾ സിസ്റ്റം ശരിയാകുമോ എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കാം. ആരോഗ്യമന്ത്രി ചോദിച്ചു വാങ്ങിയ വകുപ്പല്ലേ